മൃതദേഹമോ മൃതദേഹാവശിഷ്ടമോ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ അപൂർവ കേസുകളിലൊന്ന് മൈസൂരിലെ പാരമ്പര്യ വൈദ്യനായിരുന്ന ഷാബ ഷെരീഫ് വധക്കേസ്. നിർണായകമായൊരു ശാസ്ത്രീയ തെളിവിൻ്റെയും മൊഴിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു പോലീസിൻ്റെ അന്വേഷണം. 5 വർഷങ്ങൾക്കിപ്പുറം 1 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ കോടതി കേസിൽ വിധി പറയുകയാണ്. പാരമ്പര്യ വൈദ്യൻ ഷാബ ഷെരീഫിനെ മൈസൂരുവിൽ നിന്ന് തട്ടിക്കൊണ്ടുവരാനും കൊലപാതകത്തിനുമെല്ലാം കൂട്ടുനിന്ന പ്രതികൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തിയ ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെയാണ് നടുക്കുന്ന കൊലപാതകത്തിൻ്റെ വാർത്ത പുറം ലോകം അറിയുന്നത്. 2019 ഓഗസ്റ്റിലാണ് സംഭവങ്ങളുടെ തുടക്കം. മൈസൂർ സ്വദേശിയായ പാരമ്പര്യ വൈദ്യൻ ഷാബ ഷെരീഫിനെ ഒറ്റമൂലി രഹസ്യം കൈക്കലാക്കാൻ വേണ്ടി നിലമ്പൂർ മുക്കട്ടയിലെ ഷൈബിൻ അഷ്റഫിൻ്റെ സംഘം തട്ടിക്കൊണ്ടുവന്നു. 1 വർഷത്തിലധികം മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചു. 2020 ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മൃതദേഹം കഷ്ണങ്ങളാക്കി ചാലിയാർ പുഴയിൽ തള്ളി. അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പിൻബലം കേസിനുണ്ടായില്ല. അവിടെയാണ് ഷാബ ഷെരീഫിൻ്റെ തലമുടി ഷൈബിൻ അഷ്റഫിൻ്റെ കാറിൽ നിന്ന് കണ്ടെത്തുന്നത്. ആ DNA പരിശോധന കേസിലെ നിർണായക വഴിത്തിരിവായി. ലഭിച്ച മുടി ഷാബ ഷെരീഫിൻ്റേതാണെന്ന മൈറ്റോകോൺട്രിയോ DNA പരിശോധനയിൽ തെളിഞ്ഞതാണ് കേസിന് ബലമായത്. മാപ്പുസാക്ഷിയായ കേസിലെ 7ാം പ്രതിയായിരുന്ന ബത്തേരി കൈപ്പങ്ങഞ്ചേരി തങ്ങളകത്ത് നൌഷാദ് എന്ന മോനുവിൻ്റെ സാക്ഷിമൊഴികളും അന്വേഷണ സംഘത്തിന് സഹായകമായി. കേസിലാകെ 15 പ്രതികളാണുള്ളത്. പിടികിട്ടാൻ ബാക്കിയുണ്ടായിരുന്ന 2 പ്രതികളിൽ ഒരാളായ ഫാസിൽ ഗോവയിൽ മരിച്ചു. മറ്റൊരു പ്രതി ഷമീം ഒളിവിൽ തുടരുകയാണ്. കേസിൻ്റെ വിചാരണ നടക്കുമ്പോൾ തന്നെ മുൻപ് വിദേശത്ത് നടന്ന 2 കൊലപാതകങ്ങൾ ഷൈബിൻ അഷ്റഫിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന വിവരവും തെളിവുകളും പുറത്തു വന്നിരുന്നു. ഷൈബിൻ അഷ്റഫിൻ്റെ വ്യവസായ പങ്കാളിയെയും ഓഫീസ് സെക്രട്ടറിയായ വനിതയും കൊലപ്പെടുത്തിയ കേസിൽ CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് മറ്റൊരു കേസിലും ഇല്ലാത്ത രീതിയിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ തെളിവായ കേസിലാണ് കോടതി വിധി പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.